നമസ്കാരം. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകുന്നതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഗാന്ധാരി. ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചേതനേറ്റ് കിടക്കുന്ന എന്റെ മക്കളെ സാക്ഷി നിർത്തി സർവ്വ ദുഃഖങ്ങൾക്കും കാരണക്കാരനായ നിന്നെ ഞാനിതാ ശപിക്കുന്നു. ഹേ കൃഷ്ണ. ഇത് ശരിയല്ല. അല്ലേലും ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കണ പരിപാടി കാണികൾ കണ്ടും കേട്ടും മടുത്തിട്ടുണ്ടാവും. ഈ മോണോറ്റാവുമ്പോ നല്ല പഞ്ചിങ് വേണം. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കിട്ടിയാൽ കുറച്ചുകൂടി നന്നാവായിരുന്നു. അതിനിപ്പോ ഏത് വിഷയാ തെരഞ്ഞെടുക്കുക? കുമാരേട്ടന്റെ പാട്ട്. കുമാരൻ പാടും. കുമാരന്റെ പാട്ട് കേട്ട് മണ്ണിന്റെ അടി കിടക്കണ ചേറും ഞാറും പൊന്തും. എന്നിട്ട് മണ്ണിട്ട് നികത്തിയ പാടത്ത് പൊന്തി വരണ ബിൽഡിങ്ങിനെ കാട്ടിലെ ഉയരത്തില് നെൽക്കതിരാളി നിന്നിങ്ങനെ കാറ്റത്താടിച്ചിരിക്കും. എന്റെ സ്വപ്ന. നിങ്ങൾക്കറിയോ, ഇനി നമ്മുടെ കുട്ടിയൊക്കെ പാടവും നെൽക്കതിരി എന്തെന്ന് കൂടി അറിയാത്ത കാലാ വരാൻ പോണേ. പക്ഷെ കുമാരൻ പാട്ട് നിർത്തൂല. മണ്ണിന്റെ വാസന പൊന്തണ എങ്കള നെഞ്ചു. കേട്ടില്ലേ? നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയും സംസ്കാരവും ഒരു നല്ല വിഷയാ. പക്ഷേ യെസ്, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഞങ്ങൾ എത്തും. നിങ്ങൾക്ക് വേണ്ടത് ഉടനടി നൽകാൻ. ആരാ? മനസ്സിലായില്ല. ഞാൻ AI വെർച്വൽ വേൾഡിന്റെ ഒരു ഏജന്റാണ്. ലോകത്തിന്റെ എല്ലാ കോണിലും ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയായാലും അതുടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണ്ടത് പുതുമയാർന്നൊരു മോണായിട്ടില്ലേ? ഇതാ. എനിക്കറിയണ്ട, എനിക്കറിയണ്ട. നിന്റെ ഉണ്ടോ? നിന്റെ ഉണ്ടോ? എനിക്കറിയത്തില്ലെങ്കിലും എന്താ? ഇതേ തിന്റെ മോന പഠിച്ച് വലിയ ആളായിട്ട് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്നു പറഞ്ഞത് എന്റെ കുട്ടി. കുട്ടി ഉറങ്ങ. ഇന്ന് ഓരോ മാതാപിതാക്കളും വളരെയധികം ഭയക്കുന്ന മഹാവിപത്ത് ലഹരി. ലഹരി, സർവത്ര ലഹരി. കൊച്ചു കുഞ്ഞുങ്ങൾ രുചിക്കുന്ന മിഠായികൾക്കുള്ളിൽ പോലും ലഹരിയുടെ വിഷവസ്തുക്കൾ നിറയ്ക്കുന്ന ലഹരി മാഫിയ. വിഷയം വമ്പൻ ഹിറ്റാവും. വേണ്ട വേണ്ട, കേൾക്കുമ്പോ തന്നെ പേടിയാവും. ഓക്കെ ഓക്കെ, കൂൾ കൂൾ. സീ ദ നെക്സ്റ്റ് വൺ. ദാ അവിടെയായിരുന്നു വീട്. അമ്മനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ വലിയൊരു ഒച്ച കേട്ടു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അമ്മന്റെ മോളെ എന്നുള്ള വിളിയും എവിടെ നിന്നൊക്കെയുള്ള കരച്ചിലും. ദാ അവിടെ നോക്ക്, അവിടെ മാന്തിയൊക്കെ. അവിടെ എന്റെ അമ്മ ഉണ്ടാവും, അച്ഛൻ, അച്ഛമ്മ, എല്ലാരും ഉണ്ടാവും. അമ്മ, അമ്മ, കുഞ്ഞാവേ, എല്ലാരും പോയി, എല്ലാരും പോയി. Wow, what an interesting story. ഈ സബ്ജക്റ്റും നിങ്ങൾക്ക് ത്രില്ലിംഗ് ആവും. വേണ്ട വേണ്ട, കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഇങ്ങനൊന്നും കാണരുതെന്നും കേൾക്കരുതെന്നും ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ. ആയിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് ദുരന്തങ്ങളാണ്. എത്ര വലിയ ദുരന്തങ്ങളെയും ഞങ്ങൾ അതിജീവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനുള്ള മുൻകരുതലുകൾ ചെയ്യാത്തവരോടുള്ള പ്രതികരണമായി മാറണം നിന്റെ മോണാക്ട്. വേണ്ട, എനിക്ക് മോണാക്ട് ചെയ്യണ്ട. കണ്ണു തുറന്ന് നോക്ക്. ദുരന്തങ്ങൾ മൊബൈൽ ക്യാമറകളോട് പകർത്തുന്നതിന് മുമ്പ് അത് സൂക്ഷിച്ചു നോക്ക്. അതെ, അതിൽ നിങ്ങളുടെ മകളുണ്ടാവും, നിങ്ങളുടെ മകളുണ്ടാവും, നമ്മുടെ അച്ഛനമ്മമാരുണ്ടാവും. മറക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തങ്ങളെ ഓർമ്മിപ്പിച്ച് എന്റെ സഹോദരന്മാരുടെ തളം കെട്ടി നിൽക്കുന്ന രക്തത്തിൽ ചവിട്ടി നിന്ന് എനിക്ക് മോണാക്ട് അവതരിപ്പിക്കണ്ട. എനിക്ക് മോണാക്ട് അവതരിപ്പിക്കണ്ട. എനിക്ക് മോണാക്ട് അവതരിപ്പിക്കണ്ട. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് ശ്രീലക്ഷ്മി. ഞങ്ങൾ PPTFYS ചെറൂരിലെ എൻ്റെ 10S ക്ലാസ്സിലെ കുട്ടിയാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ഇവൾക്കിപ്പോൾ
ജില്ലാ കലോത്സവത്തിൽ മലപ്പുറം ജില്ലയിൽ മോണോ ആക്ടിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി സംസ്ഥാനത്തേക്കാണ്. മലപ്പുറം നമ്മുടെ ചെറൂർ ഹൈസ്കൂളിൽ ആദ്യമായിട്ടാണ് മോണോ ആക്ടിന് ജില്ലയിൽ ഫസ്റ്റ് ലഭിക്കുന്നത്. ഒരു ഉജ്ജ്വല പ്രതിഭയാണ് ശ്രീലക്ഷ്മി. കാരണം മോണോ ആക്ട് മാത്രമല്ല, കഥാപ്രസംഗം, മോണോ ആക്ട്, പിന്നെ എന്തൊക്കെയാണ്, പാഠകം, ഇതൊക്കെ ചെയ്യുന്ന ഒരു മിടുക്കിയാണ്. പഠനത്തിലോ A+, പിന്നെ എന്തായാലും കിട്ടും. നമ്മുടെ ക്ലാസ് തന്നെ നല്ല മിടുക്കരായ കുട്ടികളാണ്. അതിലൊരു പഠിക്കാനും ഉഷാറാണ്. അപ്പോൾ കുട്ടികളായ എങ്ങനെ വേണം. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, ഇവളുടെ പ്രത്യേകത എന്താണ് പ്രത്യേകത പറയാനുള്ളത്? ക്ലാസ്സിൽ ഭയങ്കര കാമാണ്, സ്റ്റേജിൽ ഭയങ്കര എനർജി. അപ്പൊ ഭാവിയിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താവാനാ ഇഷ്ടം? ടീച്ചറാവാനാ ഇഷ്ടം. അമ്മയുടെ പേര്, വീട് എവിടെ പറഞ്ഞു കൊടുക്ക്? കൊട്ടാരക്കരക്കാരിയാണ്. മലപ്പുറം ജില്ലയിൽ വന്നു. കൊട്ടാരക്കരയുടെ ആ കല ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇപ്പൊ ഇവിടെയാണ് പഠിക്കുന്നത്. അമ്മ ടീച്ചറാണ്. അമ്മയുടെ പേര് സവിത. അച്ഛൻ ശ്രീജിത്ത്. അച്ഛൻ നാട്ടിൽ എന്താണ്? കടയിട്ടേക്ക. അപ്പൊ നോക്കാം, നിങ്ങള് അമ്മ അച്ഛനൊക്കെ നല്ല സപ്പോർട്ടാണ്. അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമാണ്. ടീച്ചർക്ക് ബിഗ് സല്യൂട്ട്. അമ്മക്ക്. പിന്നെ സ്കൂൾ എങ്ങനെയുണ്ട്? നമ്മുടെ സ്കൂള് PPTM നല്ല സ്കൂളാണ്. മൊത്തം ക്ലാസ് എങ്ങനെയുണ്ട്? 10 നല്ലതാ. അതിലും നല്ലതാ. ക്ലാസ് ടീച്ചർ എങ്ങനെയുണ്ട്? പിന്നെ ഇവരുടെ വക ഞങ്ങൾക്ക് ലഡു കിട്ടി എല്ലാവർക്കും. ഇനി ഒരു സർപ്രൈസ് എന്നുള്ളതിലേക്ക് എൻ്റെ വക അവൾ ജില്ലയിൽ പോയതുകൊണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും മിഠായി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വിളിക്കുന്ന ആയിക്കോട്ടെ. ഓക്കെ. ഈ പഠനം, സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാഠപുസ്തകം മാത്രമല്ല, A+ മാത്രമല്ല. A+ നിർബന്ധമാണ് നമുക്ക് ഉയർന്ന ജോലി കിട്ടാനും അതേപോലെ തന്നെ നല്ല കോളേജിൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനും. ഭാവിയിൽ A+ നിർബന്ധമാണ്. പക്ഷെ അത് മാത്രമാണോ ലൈഫ്? അല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ സാമൂഹ്യ സേവനത്തിന്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിന് ഒക്കെ എഡ്യൂക്കേഷൻ നല്ലതാണ്. മീൻസ് സ്കൂളിൽ അതും കൂടെ പഠിപ്പിക്കണം. അല്ല ക്ലാസ് റൂമിലുള്ള പഠനം മാത്രമാണോ? അല്ല. അപ്പോൾ ഒക്കെ നല്ല കഴിവുള്ള ആളുകളാണ് എൻ്റെ ക്ലാസ്സുള്ളത്. എൻ്റെ ക്ലാസ് എനിക്ക് അഭിമാനം, എൻ്റെ സ്കൂൾ എനിക്ക് അഭിമാനം. ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് എനിക്ക് അഭിമാനമാണ്. ഓക്കെ, താങ്ക് യു. സ്കൂൾ ലീഡർ നമ്മുടെ ക്ലാസ്സിലാണ്, മെർഫിൻ കാപ്പൻ. മെർഫിൻ എങ്ങനെ ഉണ്ടായിരുന്നു മോണോ ആക്ട്? നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഓളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കൂല ഓൾ ഇങ്ങനെ ചെയ്യുന്നേ, പക്ഷെ എത്ര അടിപൊളിയായിട്ട് ഓൾ ചെയ്തത്.